എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഞങ്ങള് ഇപ്പൊ പൂക്കളിടാൻ പോവാണ്. അതെങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ എടുത്തിട്ട് കൊട്ടാൻ പോവാണ്. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൊട്ടിക്കണ്ടേ? അല്ല മഞ്ഞ വേറെ കളർ ഒരേമാതിരി ഇടാൻ പാടില്ല. ഇതിലേക്ക് ഇടുപ്പുറത്തിട്ട് എങ്ങനെ അറിയോ? ഇതെങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇടാ. ഇതാവത്തെ ഇങ്ങനെ ഇട കേട്ടാ. ശരിയാ? ആഹാ നല്ല മണമുണ്ട്. എങ്ങനെയുണ്ട്? നല്ല മണമുണ്ട്. അതാ തെറ്റണ്ട. എന്നിട്ട് നമുക്ക് ചിത്രം വരച്ചിട്ട് അതിലിടാ. വീഡിയോ എടുക്കാം കേട്ടാ. അങ്ങനെ ഇതാണ്ട. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. എല്ലാം ഇതിലിടാ. എല്ലാം ഇതിലിട്ടാ. ഹന പാട്ട് പാട്. പാട്. അപ്സീന പൂക്കൾ ഇടണം എന്ന് പറഞ്ഞിട്ട് കാലത്ത് എണിച്ചു മുതൽ ഒരേ കരച്ചിലാ. അപ്പൊ ഞാനിപ്പോ റോഡിൽ പോയി അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നവരിന്ന് കുറച്ച് ചെണ്ടുമല്ലി വാങ്ങിച്ചിട്ട് വന്നിട്ട് അപ്സീനക്ക് പൂക്കളിടാനുള്ള ആഗ്രഹം നമ്മ സഫലീകരിച്ചു കൊടുക്കാം. അപ്പോൾ ഓണത്തിന് പൂക്കളിടുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്സീനാൻ്റെ ഒരു നിർബന്ധ പ്രകാരമാണ് ഇപ്പോൾ ഈ പൂക്കളം വാങ്ങിയിട്ട് വന്നിട്ട് ഇടുന്നത്. ഇനി പൂക്കളം ആവുമോ അത് വെറും പൂ മാത്രം ആവുമോ എന്നറിയില്ല. അയ്യോ ആ രണ്ട് കളറേ ഉള്ളൂ. ഗുഡ് ഗേൾ. ഈ കളറൊക്കെ എന്താണ്? ഈ ഇലകളൊക്കെ പൊട്ടിച്ചാണ്. ഇതാ പിങ്ക് അല്ലത് ഓറഞ്ച്. ഓറഞ്ച് യെല്ലോ. പിങ്ക് അല്ല. ഇതെന്താ കളറ്? ഓറഞ്ച്. കഴിഞ്ഞില്ല ഇനിയും. ഓറഞ്ച് പിന്നെ ചെയ്യാ. പിന്നെ എപ്പോഴാണ്? അങ്ങനെയല്ല. ഇവിടെ നോക്ക് ഹനാന. ചെണ്ടുമല്ലി. ചെണ്ടുമല്ലി. ആ എന്ത് പൂവാണ്? ചെണ്ടുമല്ലി. 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 ചെണ്ടുമല്ലി കുഞ്ഞില്ലാതെ ചെണ്ടുമല്ലി. ഓറഞ്ച് നിറഞ്ഞു ഗായ്സ്. ഓറഞ്ച് നിറഞ്ഞു ഗായ്സ്. മഞ്ഞയാണ് കൂടുതൽ. ഓറഞ്ചാണ് നല്ല കൂടുതൽ. ഇനി നമുക്ക് വരയ്ക്കാം. അത് പൊട്ടിക്കണ്ട. ഹനോ അത് പൊട്ടിക്കണ്ട. അത് കൊടുക്ക്. അത് പൊട്ടിക്കണ്ട. അത് മാറ്റി വെക്കിട്ടാ. ശരിയാ? മാറി. ഇനി നമുക്ക് ചിത്രം വരയ്ക്കാം. അപ്സീന അപ്സേ ഇതാ ചെമ്പരത്തിയുടെ ഇല. നീ ഇലയൊക്കെ പൊട്ടിക്കണ്ടേ? അവിടെ അവിടെ ഇലയില്ലേ? ഇല ഇങ്ങനെ ഓരോന്നോരോന്നെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ. അതെ ഇങ്ങനെ എല്ലാം ഓരോ ഇലയെ പൊട്ടി. ഹന ഓരോ ഇലയെ പൊട്ടിച്ചിട്ട്. ഇനി അപ്സീനൊക്കെ പൂക്കളം ഇട്ടില്ല എന്നുള്ള സങ്കടം വേണ്ട. നിനക്ക് വേണോ? എന്നാ അപ്സി ഇതാ ഇല ചെറുതായി
ഓ അതിലിടണ്ട, ഇതിലിട്. ഇങ്ങനെ ഇട്. ആ റെഡിയാ? ആ ശരി, നമുക്ക് ഈ വേസ്റ്റ് ഇപ്പുറത്തിടാ. ഇത് ഇടാട്ടെ അപ്സീന. നമുക്ക് ഇത് ഈ കറുപ്പ് കാണണ്ട, കാരണം നമുക്ക് വേറെ പൂവില്ലാത്തതുകൊണ്ട് ഇതും കൂടി ഇടേണ്ടി വരും. ഹഫ്സീന, ചെണ്ടുമല്ലി നമ്മ മുറിക്കാത്ത ഒരു ചെണ്ടുമല്ലി അതാ ഒന്ന്. അതുകൊണ്ട് ഇവിടെ വയ്ക്കാം. പർപ്പിൾ കളറല്ലേ, അതെടുത്തിട്ടോ. പർപ്പിൾ. ഇനി ചെണ്ടുമല്ലി എടുത്തിട്ടോ. ഏത് കളറാണ്? അത്ത പറയാ നിക്ക് ഒരു മിനിറ്റ്. കഴിഞ്ഞ എത്ര ഉള്ളൂ അപ്സീന? പർപ്പിൾ എത്ര ഉള്ളൂ? അപ്പൊ നമുക്ക് വട്ടം കുറച്ച് ചെറുതാക്കാം അല്ലേ? ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്. ശരിയാ? പർപ്പിൾ വെച്ചില്ലേ? ഇനി നമുക്ക് സെൻറ്ററിൽ ഒരു ചെണ്ടുമല്ലി. ഓക്കെയാ? ഇവിടെ നോക്കേ. ഓക്കെ. നിക്ക്. അയ്യോ നിക്ക് ഹനാനോ. നിക്ക് അത്ത അടുക്കട്ടെ കേട്ടാ. ശരി നിക്ക്. ഇനി നമുക്ക് ചെണ്ടു വെക്കാം. ഇനി പോയി എടുത്തിട്ട് അവൾ എടുക്കാൻ പോകുന്നത്. ഈ പിള്ളേർ ഇതിനെ കൊണ്ടുപോയി ആ പൂക്കളെ അങ്ങോട്ട് നിൽക്കേ. ഇതിൽ ചവിട്ടാൻ പാടില്ലടാ. ഇനി എടുത്തിട്ടോ. അപ്പോൾ അപ്സി ഇതിൽ ഫ്ലവറിൽ ചവിട്ടാൻ പാടില്ലടാ. ശരിയാ? നിനക്ക് അത്തയുടെ കൈ തരാം. നിങ്ങൾ ആരും ഇടണ്ട. നിനക്ക് അത് ലാസ്റ്റ് ഇടാമ. തികയില്ല, പൂ തികയില്ല, കുറച്ചല്ലേ വാങ്ങിച്ചിട്ടുള്ളൂ. പോടാ. റെഡി. ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പിന്നീട് ഓഫ് ആക്കാം. നിൽക്കുക അപ്സീന. അല്ല നീ പോയി എടുത്തിട്ട് അത്ത ഇട്ട് രണ്ട് ലാസ്റ്റ് നീ ഓഫ് വയ്ക്കാം. ഓക്കെ. എനി അല്ലാ പടച്ചോനെ. എല്ലാം എടുത്തിട്ടോ. എല്ലാം അത്ത പറയുന്നവരെ ആരും പൂ എടുത്തിട്ട് വരാൻ പാടില്ല. ഇവിടെ എല്ലാം കൊണ്ടാ. കുറച്ചുകൂടെ എല്ലാം എടുത്തിട്ടോ. എല്ലാം എടുത്തിട്ടോ. ഹന എല്ലാം അയ്യോ ഹനാനോ നീ മാറെ. മതി നിക്ക്. അത്ത പറയാ. ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കും. രണ്ടുപേരും ഇവിടെ ഇരിക്കും. അത്ത പറയാ. നിക്കട്ടാ. നിക്ക്. ഹനാ ഇവിടെ ഇരിക്കും. അപ്സി വിടുവാ. അപ്പുറത്ത് വാ. ഇവിടെ വാ. നിൽക്കാം അപ്സി. അവിടെ ഇരിക്കട്ടാ. ശരിയാ? അത്ത പറയാ. കുറച്ച് എല്ലാം എടുത്തിട്ടോ. എല്ലാ പൂ എടുത്തിട്ടോ. എല്ലോ കേട്ടാ. പിങ്ക് വേണ്ട, ഓറഞ്ച് വേണ്ട. ശരിയാ? മതി. ഞാൻ ഇനി എടുക്കണ്ട കേട്ടോ നിങ്ങള്. ശരിയാ? ഇതാ ഇങ്ങോട്ട് വാ. രണ്ടുപേരും ഇങ്ങോട്ട് വരും. ഒന്നും ആയിട്ടില്ല. അത്ത ശരിയാക്കി തരാം കേട്ടാ. നമുക്ക് തിന്നിട്ട് ഇതെല്ലാം ആദ്യം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് വേണം ഒന്ന് ഇതിന്റെ ഡിസൈൻ ഒപ്പമാക്കി എടുക്കാൻ. ശരിയാ? ഇതെല്ലാം നമ്മങ്ങനെ കറക്റ്റ് ചെയ്യണം ആദ്യം. നിക്ക്. നിങ്ങൾ ചെയ്യണ്ട. നിക്ക്. അത്ത ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി. ശരിയാ? ഇതെടുത്തിട്ടോ. ഓറഞ്ച് എടുത്തിട്ടോ. ഹനാനോ. ഹന ചേട്ട കാണിക്കുന്നു കേട്ടാ. അപ്സി ഇതെടുത്തിട്ടോ. ഇതെങ്ങോട്ടാ കേട്ടാ വലിയല്ല. അപ്സി ഇങ്ങോട്ട് വാ. ഹന മാറി. ഗുഡ് ഗേൾ. ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ നിന്നല്ലയോ. ഇങ്ങനെ തിരിച്ചു വയ്ക്കടാ. ഒരു മിനിറ്റ്. റെഡി. ഇങ്ങനെ ഒരു ഇല. റെഡി. ഇനി എന്താണ് എടി? എനിക്ക് അതിപ്പോ വെക്കണ്ട. എടുക്ക്. പറയാ. എടുക്കത്. ഹനാനോ. അയ്യ അല്ലാ.
പൂവിടുന്നത് ഏകദേശം ഒരു 80% ആയിട്ടുണ്ട് കേട്ടോ. ഇതെടുക്കുമ്മ നിൽക്കട്ടെ. വേണ്ട വേണ്ട, ഞാൻ എടുക്കാം. ഇന്ന് കൊണ്ട് മഴയില്ല, നല്ല ചൂട്. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പൂക്കളം? ആദ്യമായിട്ട് പൂക്കളം ഇട്ടതാണ്. കാലത്ത് അപ്സീനെ എണീച്ചിട്ട് ഒരേ കരച്ചിൽ, അവൾക്ക് പൂക്കളം ഇടണം പറഞ്ഞിട്ട് ഒരേ കരച്ചിൽ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ടൗണിൽ പോയിട്ട് കുറച്ച് ചെണ്ടുമല്ലിപ്പൂ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഒന്ന് പൂക്കളം ഇടാമെന്ന് വെച്ച് പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഓണത്തിൻ്റെ പൂക്കളം ഇടുന്നത്. ഇല്ല മതി, ഇരിക്കട്ടെ അല്ലേ? സദ്യ വെച്ചാലോ? സദ്യ വെക്കാട്ടാ. സദ്യ വെച്ചാലോ? അങ്ങനെ ഒരു വിധത്തിൽ പൂക്കളം ഒപ്പിച്ചിട്ടുണ്ട്. ചടാ മതി. സൂപ്പർ. ഇന്നൊരു റൗണ്ട് ഇട്ട് വിടാം. ഹന എങ്ങനെയുണ്ട്? അഫ്സീന എങ്ങനെയുണ്ട്? പൂക്കള് നീട്ടോ അത്ത ഒരു റൗണ്ട് വരച്ചു തരാം. ശരിയാ? ആ റൗണ്ട് ഒരു ഓറഞ്ചും കൂടെ കിട്ടും അല്ലേ? റെഡിയാ? ചെടിന്റെ അടുത്ത് പോകരുത് കേട്ടാ. എന്താ മക്കളെ നിങ്ങൾ ഒരുക്കിയിട്ട് വരുമ്പോഴേക്ക് പിന്നെ അപ്പുറത്തോടെ നിന്ന് കേട് വരുത്തി. ഡ്രസ്സ് ഇതിൽ മുട്ടാൻ പാടില്ലടാ. അങ്ങനെ അപ്സേ എനിക്ക് അപ്പോൾ പൂക്കളം റെഡിയായി, അപ്സീനാൻ്റെ ആഗ്രഹം റെഡിയായി. ഇതിട്ട് കഴിയുമ്പോൾ ആള് മെൻ്റലായി. അപ്സീന നിങ്ങൾക്ക് പൂക്കൾ റെഡി മതി. ഫിനിഷ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഓണത്തിന് ആദ്യമായിട്ടാണ് പൂക്കളം ഒരുക്കുന്നത് കേട്ടോ. അതും എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട്. അവള് കാലത്ത് എണിച്ച ഉടനെ തന്നെ തുടങ്ങി കരയാൻ. അത്താ പൂക്കളം ഇടണം വാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോയി ടൗണിൽ പോയിട്ട് ഒരു പാക്കറ്റ് പൂവ് വാങ്ങിച്ചിട്ട് വന്നു. ആ പൂവ് ഇട്ടിരിക്കുന്നതാണ്. ഇനി ഇതൊക്കെ ഒന്ന് സൈഡൊന്ന് ലേറ്റായിട്ട് ഒന്ന് ഒപ്പമാക്കാനുണ്ട്. അത് ഒപ്പമാക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ പൂക്കളം ഇടുന്നത് ഇപ്പോഴാണ് കേട്ടോ. ആദ്യത്തെ പൂക്കളം അടിപൊളിയല്ലേ? ഇതാ നോക്കിക്കോൾ. ഇപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു കൊള്ളുന്നു. ഹാപ്പി. ഇപ്പോൾ ഏകദേശം പൂക്കളം ഈ ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടോ? നിങ്ങളുടെ ഈ പൂക്കളം കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യണേ. ഇനി അത് കഴിഞ്ഞു. ഇനി അപ്സീനാക്ക് അവളുടേതായിട്ടുള്ള കലാപേരുത് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട പൂക്കളമാണ്. അപ്പോൾ ഇനി ബാക്കി അവൾ എന്ത് ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ചെറിയ സർക്കിൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പം നമ്മൾ പൂക്കളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്സീനാൻ്റെ കുറച്ച് കലാവിരുത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നടുക്ക് കാണുന്ന ഓരോ ഡോട്ട് ഇട്ടിരിക്കുന്നുണ്ടോ? ഇത് അപ്സീനാൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്സീന റെഡി. ഇനി അതിലേക്ക് രണ്ടെണ്ണത്തിലേക്ക് വേണ്ടേ? ഇത് ചെയ്ത് കഴിയണം. അതെയാ? റെഡി, കുഴപ്പമില്ല. അതിൽ നിന്നൊക്കെ പൂ എടുക്ക് കുറച്ചുകൂടെ. മതി. ഇല്ലെങ്കിൽ ഇനി 2 കോളത്തിലേക്ക് തികയില്ല. അപ്പം ഞങ്ങളുടെ പൂക്കളം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. കാലത്ത് അപ്സീന TV-യിൽ നിറയെ പൂക്കളങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവൾ പൂക്കളം ഇടണം പറഞ്ഞ ഒരേ കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം മെല്ലെ നമ്മൾ പോയിട്ട് കുറച്ച് പൂവ്, ഒരു ചെറിയ കിറ്റിൽ പൂവ് വാങ്ങിച്ചിട്ട് വന്നു. വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പൂക്കളമാണ്. പക്ഷെ അത് പണി കഴിഞ്ഞ് വന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഭംഗിയിൽ നമുക്ക് ഇടാൻ പറ്റുന്നുള്ളത്. കാരണം ആദ്യമായിട്ടാണ് ഓണത്തിന് പൂക്കളം എന്ന് പറയുന്ന പരിപാടി നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹന, ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. അപ്സീന, ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. അപ്പോൾ
ഞങ്ങളുടെയും എല്ലാവരുടെയും ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാത്ത ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പൂക്കൾ നിങ്ങൾ കണ്ടിട്ട് പൂക്കളം ടോപ്പ് വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്ക്. അങ്ങനെ പൊക്കിക്കേ. ഈ പൂക്കളം ആദ്യമായിട്ട് ഒരു വരയ്ക്കൽ ഒന്നും ചെറുതായിട്ട് റഫായിട്ട് ഒരു വരയെല്ലാം ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന ഒരു പൂക്കളാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, ഹാപ്പി ഓണം. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. If you're coming for me, hope you're ready for a demon. I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crowd from seeing to believing.